ആവേശമാനമോളം ഉയരുന്ന ലോകകപ്പ് മത്സരങ്ങൾ അമേരിക്കയിൽ പുരോഗമിക്കുമ്പോഴും സാധാരണക്കാരായിട്ടുള്ള ആരാധകരെ സംബന്ധിച്ച് ഇതൊരു നിരാശാജനകമായിട്ടുള്ള സാഹചര്യമാണ്. കാരണം സ്റ്റേഡിയത്തിലെ ഈ അമിത നിരക്കുകൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് ടിക്കറ്റ് നിരക്ക് മാത്രമല്ല, ഭക്ഷണങ്ങളുടെ വിലയിലും വലിയ വർധനയാണ് ഇത്തവണത്തെ ലോകകപ്പിൽ കാണുന്നത്. പൈസയുള്ളവർക്ക് മാത്രം, പണമുള്ളവർക്ക് മാത്രം ആസ്വദിക്കാനുള്ള ഒന്നായി ഫുട്ബോൾ മാറുന്നു എന്നുള്ള ആക്ഷേപം ശക്തമാവുന്നുണ്ട്. മൈതാനങ്ങളിൽ ആവേശമണ പൊട്ടുമ്പോഴും സ്റ്റേഡിയത്തിന് പുറത്ത് ആരാധകരുടെ പോക്കറ്റ് ചോരുകയാണ്. ന്യൂജേഴ്സിയിലെ സ്റ്റേഡിയത്തിന് പുറത്ത് ഒരു ബിയറിന് $17 വില. അതായത് ഏകദേശം 1400-ലധികം ഇന്ത്യൻ രൂപ. ഒരു കുപ്പി വെള്ളത്തിന് പോലും $5 ഈടാക്കുന്നു. പണ്ടുകാലത്ത് സാധാരണക്കാരായ ആരാധകർ കപ്പലിലും ബസ്സിലും ഹിച്ച് ഹൈക്കിംഗ് നടത്തിപ്പോലും ലോകകപ്പ് കാണാനെത്തിയിരുന്നു. എന്നാൽ ഇത്തവണ ഫിഫ ഏർപ്പെടുത്തിയ ഡിമാൻഡിനനുസരിച്ച് വില മാറുന്ന ഡൈനാമിക് പ്രൈസിംഗ് സിസ്റ്റം കാരണം ടിക്കറ്റ് നിരക്കുകൾ സാധാരണക്കാർക്ക് താങ്ങാനാവാത്ത വിധം ഉയർന്നിരിക്കുകയാണ്. ഗ്രൂപ്പ് ഘട്ടങ്ങളിലെ റീസെയിൽ ടിക്കറ്റുകൾക്ക് പോലും $1000-ലധികം ഈടാക്കുന്നത്. ടിക്കറ്റ് നിരക്കുകൾ അന്യായമാണെന്നും കൂടുതൽ ആളുകൾക്ക് കളി ആസ്വദിക്കാൻ പറ്റുന്ന രീതിയിൽ ഇത് കുറയ്ക്കണമായിരുന്നു എന്നുമാണ് സ്വീഡനിൽ നിന്നെത്തിയ ഒരു ആരാധിക പ്രതികരിച്ചത്. അതേസമയം തന്റെ 5-അംഗ കുടുംബത്തിന് ടിക്കറ്റും താമസവും ഭക്ഷണവുമടക്കം ഏകദേശം $22,000, ഏകദേശം 18 ലക്ഷത്തിലധികം ഇന്ത്യൻ രൂപ ചെലവായെങ്കിലും മത്സരം കാണാൻ കഴിഞ്ഞതിൽ ഓരോ സെന്റും മൂല്യമുള്ളതായിരുന്നുവെന്ന് ഗാലപാഗോസിൽ നിന്നുള്ള ഇക്വഡോർ ആരാധകനായ റെനാറ്റോ പെരസ് വ്യക്തമാക്കുന്നു. $600 for the tickets. It was good, but I mean, for that price, I was expecting to be a little bit closer to the field. But at the end, I mean, it's a FIFA World Cup game, but it was pretty good. ഈ വിലവർധനവിൽ തനിക്ക് ഒട്ടും അത്ഭുതമില്ലെന്നാണ് മിഷിഗൺ സർവകലാശാലയിലെ പ്രൊഫസറായ സ്റ്റെഫാൻ സിമാൻസ്കി പറയുന്നത്. ലോകകപ്പ് കാണാനുള്ള ആളുകളുടെ താല്പര്യം അത്രമേൽ വലുതാണെന്നും പ്രത്യേകിച്ച് പണക്കാരായ ആളുകൾക്കിടയിൽ ഫുട്ബോളിന്റെ ജനപ്രീതി വൻതോതിൽ വർദ്ധിച്ചതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നു. ലോകകപ്പ് കഴിയുന്നതുവരെ അമേരിക്കക്കാർ ഇതിൽ മുഴുകിയിരിക്കുമെന്നും എന്നാൽ അത് കഴിഞ്ഞാലുടൻ അവർ NFL പോലുള്ള തദ്ദേശീയ കായിക വിനോദങ്ങളിലേക്ക് തിരിഞ്ഞു പോകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. I'm not really surprised to see by these huge increases in prices because the willingness to pay to go to see the World Cup is enormous. Although this was already the world's most popular sport 30-40 years ago, that popularity has actually even grown even further. And particularly amongst affluent people, many of whom perhaps in their childhood were relatively poor, are keen followers of the game and have developed this following. So in some sense it's not really surprising. വില എത്ര കൂടിയാലും ഗാലറികൾ നിറയുന്നുണ്ടെങ്കിലും ഫുട്ബോളിന്റെ യഥാർത്ഥ അടിത്തറയായ സാധാരണക്കാരായ ആരാധകരെ സ്റ്റേഡിയങ്ങളിൽ നിന്ന് അകറ്റുന്നതാണ് ഈ പ്രവണതയെന്ന ആശങ്ക ശക്തമാണ്. വേൾഡ് കപ്പ് ഡെസ്ക്, ന്യൂസ് 18. ലോകകപ്പ് മത്സരങ്ങൾ ഇങ്ങനെ പുരോഗമിക്കുമ്പോൾ ആവേശമുണ്ട്. എത്ര പണം കൊടുത്തും ഈ മത്സരം കാണാൻ തയ്യാറാകുന്ന ആരാധകർ ഒരുപാട് USA എത്തിക്കൊണ്ടിരിക്കുന്നു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.